ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നുള്ളത് ദുബായ് 2020 എക്സ്പോ നടന്ന സ്ഥലത്താണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പ്ലീസ് വാച്ച് മൈ വീഡിയോ. ഓക്കെ, അതുപോലെ ഒരു റിക്വസ്റ്റ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് എക്സ്പോ സിറ്റിയുടെ വിശേഷങ്ങൾ കാണാം. സോ സ്റ്റേ ട്യൂൺഡ്. ഇതാണ് എക്സ്പോ സിറ്റിയുടെ മെട്രോയിൽ നിന്നുള്ള എൻട്രൻസ്. ഞാൻ കുറച്ച് രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് ഇവിടെ അധികം തിരക്കില്ല. ഇവിടെ വൈകുന്നേരങ്ങളിലാണ് കൂടുതലും പരിപാടിയൊക്കെ ഉള്ളത്. ഈ എക്സ്പോ സിറ്റി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ദുബായിയുടെ സദേൺ ബോർഡറിലാണ്, ബിറ്റ്വീൻ അബുദാബി ആൻഡ് ദുബായ്. ഏകദേശം 438 ഹെക്ടർ ഏരിയയിൽ പരന്നു കിടക്കുന്ന വലിയൊരു ദുബായിയുടെ ഫ്യൂച്ചർ സിറ്റിയാണ് ദുബായ് എക്സ്പോ സിറ്റി. ഇവിടേക്ക് വരാൻ നമുക്ക് ഇവിടെ മെട്രോ ഉണ്ട്. മെട്രോ എക്സ്പോ 2020, ഇത് ലാസ്റ്റ് മെട്രോ സ്റ്റേഷനാണ് എക്സ്പോ 2020 റെഡ് ലൈൻ. ഈ കാണുന്നത് വലിയൊരു ഡോമാണ്. ഇവിടെ വൈകിട്ട് 6 മണിക്ക് ശേഷം ലൈറ്റ്നിങ് ഷോ ഒക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. ഇവിടെ മൊത്തം നടന്ന് കാണാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, കാരണം ഒരുപാട് ഏരിയ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് നമ്മൾ നടന്ന് ഒരു പരുവാകും. ഇവിടെ അതുപോലെ നമുക്ക് ഇലക്ട്രിക് ടാക്സി കിട്ടും. അതിന് ഏകദേശം 15 മിനിറ്റത്തേക്ക് 15 ദിറംസാണ് ചാർജ്. എക്സ്പോ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ആ സമയത്തൊക്കെ ഇവിടെ ഫ്രീ ആയിരുന്നു ഈ ടാക്സി. ഇപ്പോൾ അത് ഇവർ ചാർജ് ഈടാക്കുന്നുണ്ട്. ഇവിടെ മനോഹരമായി സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച നമ്മുടെ കോളാമ്പി പോലിരിക്കുന്ന സ്ട്രക്ചറുകൾ കാണാം. നല്ല രസമാണ് ഇത് കാണാൻ. ഇവിടെയൊക്കെ ഓരോ എക്സിബിഷൻ സെൻറ്ററുകളാണ്. ഞാനിപ്പം നടന്ന് ഒരു ആയി, കുറച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. ഞാനൊരു ടാക്സി തപ്പി നടക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ടാക്സി കിട്ടി. ഞാനും ഇതിൽ കയറാൻ തീരുമാനിച്ചു. കാരണം നമുക്ക് നടന്ന് കാണാൻ കുറഞ്ഞത് ഏകദേശം ഒരു 2 ദിവസമെങ്കിലും എടുക്കും. ഇതാണ് സസ്റ്റൈനബിൾ സിറ്റി. ഈ കാണുന്നതൊക്കെ സോളാർ ട്രീസ് ആണ്, അതായത് സോളാർ പാനൽ കൊണ്ടാണ് ഈ ട്രീസൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എക്സ്പോ സിറ്റിയുടെ മെയിൻ ഗേറ്റിലേക്കാണ് പോകുന്നത്. ഈ കാണുന്ന വലിയ സ്ട്രക്ചറാണ് സസ്റ്റൈനബിലിറ്റി മെയിൻ ഗേറ്റ്. ഈ ഗേറ്റ് ഇവിടെ എന്തെങ്കിലും ഇവൻ്റ് നടക്കുമ്പോൾ ഓപ്പൺ ആക്കും. ഇത് നമ്മൾ നേരത്തെ കണ്ട സോളാർ ട്രീസാണ്. ഇതിൻ്റെ പ്രത്യേകത, സൂര്യൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ഈ ട്രീസും തിരിഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ മുകളിൽ കാണുന്നത് പ്രാവുകളുടെ ഷേപ്പിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഇവിടെ ഒരുപാട് സ്ട്രീറ്റുകളുണ്ട്. ഈ കാണുന്നത് ഇന്ത്യൻ പവലിയനാണ്.
ഇതിലൊക്കെ നമുക്ക് കയറാം. 160 ദിർഹംസാണ് ടിക്കറ്റ് പ്രൈസ്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ എല്ലാ പവലിയനിലും കയറാം. ഈ കാണുന്നത് ദുബായിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ DP വേൾഡിൻ്റെ ഓഫീസാണ്. ഇത് കസാക്കിസ്ഥാൻ്റെ പവലിയനാണ് ഈ കാണുന്നത്. ഇത് എമിറേറ്റ്സിൻ്റെ പവലിയനാണ്, നമ്മുടെ എമിറേറ്റ്സ് ഫ്ലൈറ്റ്. ഇതിപ്പോൾ എമിറേറ്റ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും കൂടിയാണ്. ഇത് ജെറുസലേമിൻ്റെ പവലിയനാണ്, പലസ്തീനിലെ ജെറുസലേം. ഇവിടെ റമദാൻ ടൈമിൽ ഫ്രീ ഫുഡ് എല്ലാ ദിവസവും കൊടുക്കും എന്നാണ് നമ്മുടെ ഫിലിപ്പിനോ ഡ്രൈവർ പറയുന്നത്. ഈ കാണുന്നത് ഈജിപ്തിൻ്റെ പവലിയനാണ്. ഈജിപ്തിൻ്റെ പവലിയനിൽ കയറിയാൽ നമുക്ക് ഈജിപ്തിൻ്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് ഓപ്പർച്യൂണിറ്റി സ്ട്രീറ്റ്. ഈ കാണുന്നത് കണക്ട് കോൺഫറൻസ് സെൻറ്റർ, അതായത് C3. ഇവരാണ് ഈ എക്സ്പോയിലെ ഇവൻറ്റുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതാണ് ചൈനയുടെ പവലിയൻ. ഇവിടെ ഈ വാളിൽ കുറച്ച് വേർഡ്സൊക്കെ എഴുതിയിട്ടുണ്ട്. അത് വായിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ഡ്രൈവർ ചോദിക്കുന്നത്. ഇത് ആക്ച്വലി ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് സൗദി അറേബ്യയുടെ പവലിയനാണ്. എക്സ്പോ ടൈമിൽ ബെസ്റ്റ് പവലിയൻ ഇതായിരുന്നു എന്നാണ് നമ്മുടെ ഡ്രൈവർ പറയുന്നത്. ഇത് മൊറോക്കോയുടെ പവലിയനാണ്. ഈ പവലിയനിലൊക്കെ നമുക്ക് കയറാം, പക്ഷേ ഒരുപാട് സമയമെടുക്കും. ഏകദേശം ഒരു പവലിയനിൽ 40 മിനിറ്റോളം എടുക്കുമെന്നാണ് നമ്മുടെ ഡ്രൈവർ പറയുന്നത്. ഇതാണ് UAEയുടെ പവലിയൻ. ഇതിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കിയാൽ ഒരു ഫാൽക്കണിൻ്റെ ഷേപ്പാണിത്. ഈ ഫാൽക്കൺ എന്ന് പറയുന്നത് UAEയുടെ ദേശീയ പക്ഷിയാണ്. ഇതിൻ്റെ തൂവലുകളിലെല്ലാം സോളാർ പാനൽ പിടിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിപ്പം സോളാർ പാനൽ ഇങ്ങനെ തുറന്നു വരും. ഇതാണ് നമ്മൾ ആദ്യം കണ്ട ഡോം. ഇതിൻ്റെ പേര് അൽവാസൽ ഡോം എന്നാണ്. ഇത് വൈകിട്ട് 6 മണി മുതൽ ഇവിടെ ലൈറ്റ്നിങ് ഷോ ഒക്കെ ഉണ്ട്. നൈറ്റ് വ്യൂ കാണാൻ നല്ല രസമാണ് ഇവിടുത്തെ. നൈറ്റിലാണ് ഇവിടെ കൂടുതലും തിരക്ക് വരുന്നത്. ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫാൾസ് ആണ്. ഇതും വൈകുന്നേരങ്ങളിലാണ് ഇതും ഓപ്പൺ ആകുന്നത്. ഇതും വൈകിട്ടാണ് ഓപ്പൺ ആകുന്നത്. ഇവിടെ മൊത്തം നടന്ന് കാണാൻ എന്തായാലും പറ്റില്ല. ഒരുപാട് നടക്കാറുണ്ട്. ടാക്സിക്ക് 15 ദിർഹംസാണ് ഒരാൾക്ക്. അത് 15 മിനിറ്റാണ്. 1 മണിക്കൂറത്തേക്ക് വേണമെങ്കിൽ ഏകദേശം 200 ദിർഹംസ് ആണ് അതിൻ്റെ ചാർജ്. ഇതാണ് അലിഫ് പവലിയൻ. ഇത് തുർക്കമെനിസ്ഥാൻ പവലിയൻ ആയിരുന്നു. ഇപ്പോൾ ഇത് ഒരു റെസ്റ്റോറൻ്റ് ആണ്.
ഇതാണ് റഷ്യയുടെ പവലിയൻ. ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇത് നമ്മൾ മുമ്പ് കണ്ട മെട്രോ സ്റ്റേഷനാണ്, എക്സ്പോ 2020. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതാണ് ദുബായ് എക്സ്പോ മ്യൂസിയം. ഇതാണ് നമ്മൾ മുമ്പ് കണ്ട സൗദി പവലിയൻ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.